ഒരു സൂറത്ത് പറഞ്ഞു തരാം, ഇൻഷാ അല്ലാഹ് ഓതൂലേ? ഇൻഷാ അല്ലാഹ് ഓതൂലേ? പ്രതിഫലം കേട്ടിട്ട് ഓതിയാൽ മതി. പ്രതിഫലം കേട്ടിട്ട് നിയ്യത്ത് ചെയ്താൽ മതി. ഇങ്ങോട്ട് നോക്കൂ. ഒന്നാമത്തെ പ്രതിഫലം, അവന്റെ 50 കൊല്ലത്തെ പാപം അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. രണ്ടാമത്തെ പ്രതിഫലം, എന്റെ പ്രിയമുള്ളവരെ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനുള്ള ഓർമ്മ അവനുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മൂന്നാമത്തെ പ്രതിഫലം, നിന്റെ മയ്യത്ത് കാണുന്നവൻ പോലും കൊതിക്കും, എനിക്ക് ഇതുപോലൊരു മരണം തരണേ എന്ന് ദുആ ചെയ്യും. അല്ലാഹു അങ്ങനെയുള്ള മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യ, നിന്റെ മയ്യത്ത് കാണാൻ ഒരുത്തൻ, നമ്മുടെ മയ്യത്ത് കാണാൻ വരുന്നവൻ അള്ളാഹിനോട് പറയും, അല്ലാഹ് എനിക്ക് ഇതുപോലെ തരണേ എന്ന് ദുആ ചെയ്യും. അല്ലാഹു അങ്ങനെയുള്ള മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാലാമത്തെ പ്രതിഫലം, അവന് സ്വർഗം നിർബന്ധമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ 4 പ്രതിഫലം കിട്ടുന്ന ഒരു സൂറത്ത് പറഞ്ഞു തരാം. ഓതാമെന്ന നിയ്യത്ത് ചെയ്യുന്നവര് കൈവക്കും. ഈ 4 പ്രതിഫലം കൈവക്കാത്തവനെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ഓനെ ഞാൻ തിരുത്താനൊന്നുമില്ല. കാരണം 1, 50 കൊല്ലത്തെ പാപം. 2, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാനുള്ള പ്രതിഫലം. 3, മരിച്ചു കിടക്കുമ്പോൾ അവന്റെ മുഖത്ത് പ്രകാശം ഉണ്ടാകും. 4, സ്വർഗം നിർബന്ധം. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും ബക്കറ്റിൽ പൈസ ഇട്ടോ. ഇട്ടോ മനുഷ്യന്മാരെ, ഇട്ടവർക്ക് കിട്ടുന്ന പ്രതിഫലം പറഞ്ഞു നിർത്തും. എന്തായാലും വിഷയം തീരൂല. പക്ഷേ ഈ ബക്കറ്റ് മുന്നിൽ വന്നപ്പോ 1 രൂപയെങ്കിലും ഇട്ടവർക്ക് കിട്ടുന്ന പ്രതിഫലം പറഞ്ഞിട്ട് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു 15 മിനിറ്റും കൂടി ഇരുന്നൂടെ? ഒരു 15 മിനിറ്റും കൂടെ ഇരിക്കോ? മനുഷ്യന്മാരെ ഇരിക്കോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പ്രവാചകൻ മരിക്കുന്നതിന്റെ തലേ ദിവസം തന്റെ വീട്ടിലിരുന്ന 7 ദിർഹം പോലും എടുത്തിട്ട് അതും സദക്ക ചെയ്തിട്ട് ഒന്നുമില്ലാതെ ആ പ്രവാചകന് വഫാത്താവുന്ന അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബീഉൽ അവ്വൽ 12 റസൂലുള്ളാഹി തങ്ങൾ രോഗം പിടിച്ചിട്ട് വീടിനകത്ത് തളർന്നു കിടക്ക. പെട്ടെന്ന് രോഗം കൂടി മരിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ. ചിലർക്ക് എത്ര രോഗമുള്ളവരാണെങ്കിലും പെട്ടെന്ന് രോഗമൊക്കെ ഒന്ന് കുറഞ്ഞ് സമാധാനമായി നിൽക്കും. എല്ലാരും വിചാരിക്കും രോഗമൊക്കെ കുറഞ്ഞ് റെഡിയായെന്ന്. പക്ഷെ പെട്ടെന്ന് കൂടിയിട്ട് മരിച്ചു പോകും. അള്ളാഹുവിന്റെ റസൂലിന് രോഗം കുറവായിരുന്നു, പക്ഷെ പെട്ടെന്ന് രോഗം കൂടി, ബോധം നഷ്ടപ്പെട്ടു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഒരു സൈഡിൽ ഇരുന്ന് കരയുന്നു, ഫാത്തിമ ബീവി ഒരു സൈഡിൽ ഇരുന്ന് കരയുക. രണ്ടുപേരും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് വീടിന്റെ കവാടത്തിൽ ഒരു സലാം കേൾക്കുന്നു. അസ്സലാമു അലൈക്കും യാ അഹ്ല ബൈത്തിൻ നുബുവ ഇഫ്തഹിൽ ബാബ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബമേ ഒന്ന് വാതിൽ തുറക്കൂ. അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബമേ ഒന്ന് വാതിൽ തുറക്കൂ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ വിളിച്ചു പറഞ്ഞു, എന്റെ ഉപ്പയ്ക്ക് സുഖമില്ല, സംസാരിക്കാൻ കഴിയില്ല, നിങ്ങൾ പോയിട്ട് പിന്നെ വാ. വിളിച്ചു പറഞ്ഞു. കുറെ സമയം കഴിഞ്ഞു. രണ്ടാമതും അതേ മനുഷ്യൻ തന്നെ സലാം പറഞ്ഞു. അപ്പോൾ ഇതേപോലെ വിളിച്ചു പറഞ്ഞു. മൂന്നാമതും അള്ളാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ കവാടത്തിൽ സലാം പറയുന്ന ശബ്ദം കേട്ടപ്പോ അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചു, ആരാ ഫാത്തിമ സലാം പറയുന്നേ? ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ വീടിന്റെ കവാടത്തിലൂടെ നോക്കിയിട്ട് പറഞ്ഞു, വാപ്പാ, ആ മനുഷ്യനെ കണ്ടിട്ട് പേടി തോന്നുന്നു വാപ്പാ, ഇന്ന് വരെ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. ആ മനുഷ്യൻ ഈ നാട്ടുകാരനല്ല, കണ്ടിട്ട് വല്ലാതെ പേടി തോന്നുന്നു എന്ന് പ്രവാചകനോട് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് പറഞ്ഞു കൊടുക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, വാതില് തുറക്കു ഫാത്തിമ. ആരാ വന്നതെന്നറിയുമോ? മലക്കുൽ മൗത്ത് അസ്റായീൽ. എന്റെ പ്രിയമുള്ളവരെ, അസ്റായീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ റൂഹ് പിടിക്കാമെന്ന അസ്റായീലിനെ കണ്ടിട്ട് ഫാത്തിമ ബീവി പോലും പേടിച്ചു പോയതെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, നമ്മളെ കുറിച്ചൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്ത് കടന്നു വന്നു. റസൂലുള്ളാഹി ചോദിക്കുന്നു, എന്തേ അസ്റായീലേ, എന്നെ കാണാൻ വന്നതാണോ? അല്ല നബിയെ, റൂഹ് പിടിക്കാൻ വന്നതാണ്. അങ്ങനെ വാദം തന്ന റൂഹ് പിടിക്കാൻ വന്നതാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് റൂഹ് പിടിക്കാനുള്ള അനുമതി കൊടുക്കുമ്പോ അസ്റായീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകന്റെ തള്ളവിരലിൽ നിന്ന് റൂഹ് പിടിക്കാൻ തുടങ്ങി. എന്റെ പ്രിയമുള്ളവരെ, വേദന സഹിക്കാൻ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന് മരണവേദന സഹിക്കാൻ കഴിയുന്നില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്.
തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. വല്ലാത്ത വേദനയാ, സഹിക്കാൻ കഴിയാതെ വരുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അസ്റായീൽ ഒന്ന് പതുക്കെ പിടിക്കുവോ അസ്റായീൽ, എനിക്ക് വേദനിക്കുന്നു അസ്റായീൽ. അല്ലാഹുവിന്റെ റസൂല് സങ്കടത്തോടെ പറയുമ്പോ അസ്റായീൽ കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, എത്രയോ പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ച കയ്യാ നബിയേ, എന്റെ കൈ കൊണ്ട് ഞാൻ പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ചിട്ടുണ്ട്. ചോര കുഞ്ഞുങ്ങളുടെ റൂഹ് പോലും എന്റെ കൈ കൊണ്ട് ഞാൻ പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെ എന്റെ കൈ വിറച്ചിട്ടില്ല നബിയേ. പക്ഷേ ഇന്ന് എന്റെ കൈ വിറയ്ക്കുന്നു നബിയേ. കാരണം ഇതിനെക്കാലം മയമായിട്ട് എനിക്ക് റൂഹ് പിടിക്കാൻ അറിയില്ല. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ കരയുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ പ്രവാചകൻ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിയുകയാണ്. ഭാര്യ ഓടി വന്നിട്ട് തന്റെ ഭർത്താവിന്റെ തലയെടുത്ത് മടിയിൽ വെച്ചിട്ട് വെള്ളത്തിനകത്ത് തുണി മുക്കിയിട്ട് റസൂലുള്ളാഹിന്റെ മുഖം ഇങ്ങനെ തുടയ്ക്കുകയാ. ശരീരം മുഴുവനും വിയർക്കുകയാണ്. റസൂലുള്ളാഹ് ചാടി എഴുന്നേൽക്കുന്നുണ്ട്, പിന്നെയും കിടക്കുന്നുണ്ട്, തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നുണ്ട്. കാരണം വല്ലാത്ത വേദനയാണ്. തന്റെ ഭർത്താവിനെ ഇങ്ങനെ മടിയിൽ വെച്ചിട്ട് ആയിഷ എന്ന 18 വയസ്സുകാരി തന്റെ ഭർത്താവിന്റെ മുഖം ഇങ്ങനെ തുടച്ചു കൊടുക്കുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്നു, ആയിഷ, ഇന്നലിൽ മൗതി ലസകറാ, ഇന്നലിൽ മൗതി ലസകറാ. മരണത്തിന് വല്ലാത്ത വേദനയാ ആയിഷ, തയ്യാറെടുക്കണേ ആയിഷ, മരണത്തിന് വേണ്ടി ഒരുങ്ങണേ ആയിഷ, മരണത്തിന് വേണ്ടി ഒരുങ്ങണേ ആയിഷ. മരണസമയത്ത് അല്ലാഹു നിന്നോട് കരുണ കാണിക്കാൻ റബ്ബിനോട് ദുആ ചെയ്യണേ ആയിഷ. അതുകൊണ്ട് പാതിരാത്രി ഒരുമിച്ച് കൂടിയവരോട് ഒന്നേ പറയാറുള്ളൂ, എന്നാലും ഒരു ദിവസം ഞാനും നിങ്ങളും പോകേണ്ടവരാ. ആ പോകുന്ന പോക്ക് നല്ല പോക്കാക്കണേ ചെറുപ്പക്കാരാ. ഒരു നല്ല മരണത്തിന് വേണ്ടി തയ്യാറെടുത്തോ. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. മരണമെന്ന് പറയുന്ന ഒരു പ്രതിഭാസമുണ്ട് പൊന്നുമോനെ. ആ മരണത്തിന് വേണ്ടി തയ്യാറെടുക്കാ ഖുർആൻ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ, മരണവേദന സഹിക്കാൻ കഴിയാതെ ചാടി എഴുന്നേൽക്കുകയാ. റസൂലുള്ളാഹി എഴുന്നേറ്റിട്ട് ആയിഷ ബീവിയുടെ നെഞ്ചിൽ ഇങ്ങനെ ചാരിയിരിക്കുകയാണ്. വേദന സഹിക്കാൻ കഴിയാതെ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ നെഞ്ചത്ത് ചാരിയിരിക്കുകയാ. ആ സമയത്ത് റബ്ബേ, റസൂലുള്ളാഹിയുടെ വീടിനകത്തേക്ക് ഒരു സഹാബി കടന്നു വരികയാ. അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഒരു സഹാബി കടന്നു വരികയാണ്. പ്രവാചകൻ ആ സഹാബിയുടെ കയ്യിലേക്ക് നോക്കുകയാ. കാലനക്കാൻ കഴിയുന്നില്ലോ, റൂഹ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ആ സഹാബിയുടെ കയ്യിലേക്ക് നോക്കി. ആ സഹാബിയുടെ കയ്യിൽ ഒരു മിസ്വാക്ക് ഇരിക്കുകയാ. ആയിഷ ബീവിക്ക് മനസ്സിലായി തന്റെ ഭർത്താവിന് പല്ല് തേക്കാൻ ആഗ്രഹമുണ്ടെന്ന്. ആയിഷ ബീവി ആ മനുഷ്യനടുത്തേക്ക് വിളിക്കുകയാണ്. മിസ്വാക്ക് വാങ്ങിയിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ വെച്ച് കൊടുത്തു. പക്ഷേ റസൂലുള്ളാഹിന്റെ കൈ ഉയരുന്നില്ല, പല്ല് തേക്കാൻ കൈ ഉയരുന്നില്ല. ആയിഷ ബീവി ആ മിസ്വാക്ക് എടുത്തു പല്ലിൽ വെച്ചിട്ട് ചവയ്ക്കുകയാണ്. എന്നിട്ട് പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ പല്ല് തേച്ചു കൊടുക്കുകയാ. എങ്ങനെയാ തേച്ചു കൊടുത്തതെന്നറിയുവോ? കൊച്ചു കുഞ്ഞുങ്ങളുടെ പല്ല് ഉമ്മ തേച്ചു കൊടുക്കുന്നത് പോലെ 18 വയസ്സുകാരി തന്റെ ഭർത്താവിനെ ഇങ്ങനെ നെഞ്ചത്ത് ചേർത്തിരുത്തിയിട്ട് ഭർത്താവിന്റെ പല്ല് തേച്ചു കൊടുക്കുകയാ. റബ്ബേ, പല്ല് തേച്ചു കഴിഞ്ഞു, റൂഹ് പിടിച്ച് അരയുടെ ഭാഗമെത്തി. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിനകത്തേക്ക് മഹാനായ ഉസാമ, അല്ലാഹുവിന്റെ റസൂലിന്റെ വളർത്തു മകനാണ്.
അല്ലാഹുവിന്റെ റസൂലിന്റെ വളർത്തുമകനാണ് ഉസാമ റളിയല്ലാഹു തആല അൻഹു. പ്രവാചകന്റെ വീടിനകത്തേക്ക് കടന്നു വരികയാ. റസൂലുള്ളാഹി ഇങ്ങനെ ആയിഷ ബീവിയുടെ നെഞ്ചത്ത് ഇങ്ങനെ ചാരിയിരിക്കുകയാണ്. ഈ പൊന്നുമോൻ ഇങ്ങനെ കടന്നു വരുമ്പോ ഉസാമ റളിയല്ലാഹു തആല അൻഹു വീടിനകത്തേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ ചലിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ കൈ ഉയർത്തുകയാണ്. റസൂലുള്ളാഹി രണ്ട് കൈയും ഇങ്ങനെ ചെറുതായിട്ട് ഉയർത്തിയിട്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ആംഗ്യം കാണിക്കുന്നു. മോനെ ഉസാമ, എനിക്ക് വേണ്ടിയൊന്ന് ദുആ ചെയ്യൂ ഉസാമ. അല്ലാഹുവിന്റെ റസൂൽ തന്റെ പൊന്നുമോനോട് രണ്ട് കൈയും ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറയുകയാണ്, എന്റെ മരണവേദന അല്ലാഹു ഒന്ന് കുറച്ചു തരാ, അല്ലാഹു എന്നോടൊന്ന് കരുണ കാണിക്കാ, ദുആ ചെയ്യണേ ഉസാമ. അല്ലാഹുവിന്റെ പ്രവാചകം പോലും പറഞ്ഞു പോയതെങ്കില് പാതിരാത്രി ഒരുമിച്ച് കൂടിയവരെ നമ്മുടെ മരണമെന്ന് സങ്കല്പിക്കുന്നത് നല്ലതോ? കണ്ണുകൊണ്ട് കാണുന്നത് പാപമോ? ചെവി കൊണ്ട് കേൾക്കുന്നത് പാപമോ? നാവ് കൊണ്ട് പറയുന്നത് പാപമോ? കൈ കൊണ്ട് പിടിക്കുന്നത് പാപമോ? കാലുകൊണ്ട് നടക്കുന്നത് പാപത്തിലേക്കോ? ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നത് പോലും പാപമോ? ഓരോ ദിവസവും കോടാരി കോടി അപരാധം ചെയ്ത കൊടുംപാവികളല്ലേ ഞാനും നിങ്ങളും. നമ്മുടെ മരണം എങ്ങനെയാണെന്നൊന്ന് ചിന്തിക്കു ചെറുപ്പക്കാരാ. നമ്മളൊക്കെ മൃഗത്തെ അറക്കുന്നത് കാണുന്നവരല്ലേ? കോഴി അറക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ, മൃഗത്തെ അറക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ. എല്ലാ മൃഗങ്ങളും മരിക്കുന്ന സമയത്ത് കയ്യും കാലും ഇട്ടടിക്കുമല്ലോ. എന്തേ മനുഷ്യൻ അടിക്കാത്തതെന്നറിയുവോ? മനുഷ്യൻ മരിക്കുന്ന സമയത്ത് കയ്യും കാലും ഇട്ടടിക്കാറില്ല. കാരണം എന്തെന്നറിയുവോ? കാരണം എന്തെന്നറിയുവോ? 250 മലക്കുകൾ വലത് ഭാഗത്ത് നിൽക്കുകയാണ്. 250 മലക്കുകൾ ഇടത് ഭാഗത്ത്, 500 മലക്കുകൾ നമ്മുടെ കയ്യും കാലും ഇങ്ങനെ പിടിച്ചു വെക്കുകയാ. റബ്ബേ, അല്ലാഹുവേ, നമ്മൾ കയ്യും കാലും മരണവേദന സഹിക്കാൻ കഴിയാതെ കൈകാല് പൊക്കിയിട്ടടിക്കാതിരിക്കാ പടച്ചവനെ 500 മലക്കുകൾ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാ. 500 മലക്കുകൾ നമ്മുടെ കയ്യും കാലും പിടിച്ചു വെച്ചിരിക്കുകയാണ്. മയ്യത്ത് കുളിപ്പിക്കുന്നവർക്കറിയാ, ചിലരൊക്കെ മലമൂത്ര വിസർജനം നടത്തിയിട്ടുണ്ടാകും. മരണവേദന സഹിക്കാൻ കഴിയാതെ മലമൂത്ര വിസർജനം നടത്തിയിട്ട് മരിക്കുന്നവരുണ്ടല്ലോ. എല്ലാ അഹങ്കാരവും തീരുന്ന ദിവസമാ മോനെ, നിന്റെ എല്ലാം അവസാനിക്കുന്ന ദിവസമൊന്ന് ചിന്തിക്ക്. അല്ലാഹുവിന്റെ റസൂല് നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാ, മരണം വരാനുണ്ട് മോനെ, അതിന് വല്ലാത്ത വേദനയാ. പെങ്ങളെപ്പോഴും നമ്മുടെ ഉമ്മ എപ്പോഴും പറയാറുണ്ട്, മരണവേദനയുടെ വേദനയും എന്താ പ്രസവിച്ചതെന്ന്. പ്രസവത്തിന് ഇത്ര വേദനയുണ്ടെങ്കിൽ മരണത്തിന് എത്ര വേദനയാ പെങ്ങളെ. അല്ലാഹുവേ, പടച്ചവരെ, ഞങ്ങളുടെ മരണവേദന നീ കുറച്ച് തരണേ അല്ലാ. ഞങ്ങളോട് നീ കരുണ കാണിക്കണേ പടച്ചവരെ, ഞങ്ങളോട് നീ കരുണ കാണിക്കണേ അല്ലാ. മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ട് വെള്ളിയാഴ്ച രാവിലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു മരിക്കാനുള്ള ഭാഗ്യം തരണേ റബ്ബേ. ഈ സദസ്സതിനൊരു സബബാക്കണേ അല്ലാഹ്. അല്ലാഹു നമുക്ക് നല്ല ഒരു മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനുവേണ്ടി പരിശ്രമിക്കുക സഹോദരങ്ങളെ. അതുകൊണ്ട് ഒരൊറ്റ പ്രതിഫലം ഞാൻ പറഞ്ഞു തരാം. ഈ ബക്കറ്റ് നിങ്ങളുടെ മുന്നിൽ വന്നപ്പോ നിങ്ങളുടെ കയ്യിലുള്ളത് ഇട്ടില്ലോ. ഈ ബക്കറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നപ്പോ നിങ്ങളുടെ കയ്യിലുള്ളത് ഇട്ടതിനൊറ്റ പ്രതിഫലം ഞാൻ പറഞ്ഞു തരാം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയൂ? ഈ ബക്കറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോ, അല്ലാഹുവേ, പള്ളിയാണ്, മഹാനോർ കിടന്നുറങ്ങുന്ന മജിദ് പള്ളിയാണ്. ഈ മൈക്ക് സെറ്റും ഈ സ്റ്റേജും ഇതിനൊക്കെ 15 ദിവസത്തോളം പരിപാടി, ഒരുപാട് ചിലവുണ്ട്. ഈ ചിലവിന് നിങ്ങളാൽ കഴിയുന്ന ഒരു സദക്ക കൊടുത്ത നിങ്ങൾക്ക് അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം, ഇന്ന് വഴുത് കഴിഞ്ഞ് ഇവിടെ നിന്ന് പിരിഞ്ഞ് നിന്റെ വീട്ടിൽ പോയി കിടന്നുറങ്ങി ഇന്ന് രാത്രി നീ അങ്ങ് മരിച്ചെന്ന് സങ്കല്പിക്കാം.
ഇന്ന് രാത്രിയാണ് നിങ്ങൾ മരിക്കുന്നതെന്ന് സങ്കല്പിക്കാം. മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം നിന്റെ റൂഹ് പിടിക്കാൻ കടന്നു വന്നു. 500 മലക്കുകൾ നിന്റെ കൈയും കാലും ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുക, റൂഹ് പിടിച്ചുകൊണ്ടിരിക്കുക. വല്ലാത്ത വേദന, വല്ലാത്ത വേദന. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, എന്റെ പ്രിയമുള്ളവരെ, ഈ ബക്കറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വന്നപ്പോ അതിനകത്ത് 1 രൂപയെങ്കിലും സദഖ ചെയ്ത വാപ്പാ, അല്ലാഹു നിനക്ക് തരുന്നത് 3 പ്രതിഫലവാ. അല്ല നിനക്ക് തരുന്നത് 3 പ്രതിഫലവാ. ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ? റൂഹ് പിടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് വേദന സഹിക്കാൻ കഴിയാതെ നീ കിടന്ന് കരയുമ്പോ അസ്റായീൽ ചോദിക്കുകയാണ്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്സിറൂ ബിൽ ജന്നാ. മരണവേദന സഹിക്കാൻ കഴിയാതെ നീ കിടന്ന് കരയുമ്പോ അസ്റായീൽ ചോദിക്കുകയാ, എന്തിനാടാ കരയുന്നത്? എന്തിനാടാ പേടിക്കുന്നത്? എന്തിനാടാ വിഷമിക്കുന്നത്? നോക്കടാ, നോക്കടാ, നീ ചെയ്ത സൽക്കർമ്മത്തിന്റെ പ്രതിഫലം നിനക്ക് കാണണ്ടേ. വഅബ്സിറൂ ബിൽ ജന്നാ. ഇതാണടാ സ്വർഗം, ഇതാണടാ സ്വർഗം, ഇതാണടാ റബ്ബിന്റെ സ്വർഗം, ഇതാണ് പൊന്നുമോനെ നിന്റെ വീട്. ഈ അനുഗ്രഹത്തിലേക്ക് നോക്കടാ. റൂഹ് പിടിക്കുന്ന വേദന നിനക്കറിയാൻ കഴിയില്ലെന്ന് അസ്റായീൽ പറയുമ്പോ രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ? ഇവിടത്തെ പള്ളിക്കാട്ടിൽ നിന്ന് അള്ളാന്റെ കോടതിയിലേക്ക് ജനങ്ങൾ എഴുന്നേറ്റ് പോവുകയോ. ഖബറിനകത്ത് നിന്ന് ജനങ്ങൾ എഴുന്നേക്കുന്നത് എങ്ങനെയെന്നറിയുവോ? അള്ളാന്റെ റസൂല് പറയുകയാ, 41 വിഭാഗത്തിലാണ് കടന്നു വരുന്നത്. പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും പിന്നാരങ്ങളിൽ കൊടികൊത്തി വെച്ച് ഇടഞ്ഞു നടന്ന കുഷ്ഠരോഗിയെ പോലെ മുഖമലയോളം വലിപ്പമുള്ള വയറ് വലിച്ചുകൊണ്ട് പടച്ചവനെ നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് 41 വിഭാഗമായി അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായം കടന്നു വരുമ്പോ പടച്ചവരെ ഖബറിനകത്ത് നിന്നൊരു വിഭാഗം എഴുന്നേൽക്കുകയാ. അവര് പറക്കുകയാ, അവര് പറക്കുകയാ. അല്ലാഹുവിന്റെ കോടതിയുടെ മുകളിലൂടെ പറവകളെ പോലെ പറക്കുകയാണ്. വെച്ചിരിക്കുന്ന കാല് ചലിപ്പിക്കാൻ കഴിയാത്ത പടച്ചവന്റെ മഹ്ശറയുണ്ടല്ലോ. കൊച്ചു കുഞ്ഞുങ്ങളുടെ മുടി പോലും നനച്ചു പോകുന്ന മഹ്ശറയുണ്ടല്ലോ. ഗർഭിണികളായ പെണ്ണുങ്ങൾ പ്രസവിച്ച വേദന അറിയാത്ത മഹ്ശറയുണ്ടല്ലോ. പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന ചോരക്കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ട് തന്റെ പ്രിയപ്പെട്ട മാതാവ് ഓടിയൊളിക്കുന്ന ദിവസമുണ്ടല്ലോ. നരകത്തെ കാണുന്ന സമയത്ത് എന്റെ വാപ്പയുടെ നന്മ മുഴുവനും എടുത്ത് എനിക്ക് തന്നിട്ട് എന്റെ തെറ്റുകൾ മുഴുവനും എന്റെ ഉപ്പയുടെ തലയിൽ കെട്ടിവെച്ചിട്ട് എന്റെ ഉപ്പാനെ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് എനിക്ക് സ്വർഗം തരണേ എന്ന മക്കള് പറയുന്ന പടച്ചവന്റെ പരലോകമുണ്ടല്ലോ. ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് തലച്ചോറ് തിളയ്ക്കുമ്പോ എന്റെ ഉമ്മാനെ വന്ന് മലത്തി കടത്തി തരുവോ അല്ലാ. ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് എന്റെ കാല് പൊള്ളുന്നു പടച്ചവരെ എന്ന് സ്വന്തം മക്കള് പറയുന്ന പരലോകമുണ്ടല്ലോ. ആ പരലോകത്തുകൂടെ ഒരു വിഭാഗം ജനങ്ങൾ പറക്കുകയോ. അവര് പറവകളെ പോലെ പറന്ന് സ്വർഗത്തിലേക്ക് കടന്നു പോവുകയാണ്. അവര് സ്വർഗത്തിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോ ഹാസിനുൽ ജന്നാ, സ്വർഗത്തിന്റെ കാവൽക്കാരനായ റിദ്വാൻ എന്ന മലക്ക് ചോദിക്കുകയാ, നിങ്ങളാരാ? പറവകളെ പോലെ പറന്നു വരുന്നല്ലോ. ഹൽ റഅയ്തു ഹിസാബ്, ഹൽ റഅയ്തു സിറാത്ത്. ഇത്ര പെട്ടെന്ന് നിങ്ങളുടെ വിചാരണ കഴിഞ്ഞു. നിങ്ങൾ സിറാത്ത് കടന്നിട്ടാടോ വന്നത്? നിങ്ങൾ സിറാത്ത് കടന്നിട്ടാടോ വന്നത്? ഫവകാഹുമുല്ലാഹു ശർറ ദാലികൽ സഹായിച്ചോ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊടുത്തോ, അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി കൊടുത്തോ, അല്ലാഹു തരുന്ന രണ്ടാമത്തെ പ്രതിഫലം നാളെ പടച്ചവന്റെ പരലോകത്ത്
കൂടെ പറന്ന് സ്വർഗത്തിലെത്താറുള്ള ഭാഗ്യമോ. മൂന്നാമത്തെ പ്രതിഫലമെന്തേ? കാണണ്ടേ, നിന്നെ പടച്ച റബ്ബിനെ നിനക്ക് കാണണ്ടേ. അല്ലാഹുവിന്റെ സ്വർഗത്തിലൊരു വിഭാഗമുണ്ട്, അവര് രാവിലെയും വൈകിട്ടും അല്ലാഹുവിനെ കാണുന്നവരാ. അവര് രാവിലെയും വൈകിട്ടും അല്ലാഹുവിനെ കാണുന്നവരാ. ഉജൂഹു യൗമഇദിൻ നാദിറാ ഇലാ റബ്ബിഹാ നാദിറാ. രാവിലെയും വൈകിട്ടും അല്ലാഹുവിനെ കാണുന്ന വിഭാഗത്തിന് പെടണ്ടേ ചെറുപ്പക്കാരോ. എന്റെ പെങ്ങള്, എന്റെ പെങ്ങള്, നിന്റെ ഉമ്മയെക്കാൾ നിന്നെ സ്നേഹിച്ച, നീ നൊന്ത് പെറ്റ മക്കളെക്കാൾ നിന്നെ സ്നേഹിച്ച, നിന്റെ ഭർത്താവിനെക്കാൾ നിന്നെ സ്നേഹിച്ച പടച്ച റബ്ബിനെ കാണാറുള്ള ഭാഗ്യവാ. അതുകൊണ്ട് പാതിരാത്രി ഒരുമിച്ച് കൂടിയവര് പാപങ്ങളെ മറക്കല്ലേ, യതീമീങ്ങളെ മറക്കല്ലേ, രോഗികളെ മറക്കല്ലേ, വീടില്ലാത്തവനെ മറക്കല്ലേ, ഒരു നേരത്തെ മരുന്ന് വാങ്ങാഗതിയില്ലാത്തവനെ നീ മറക്കല്ലേ. അടിച്ച പള്ളിയിൽ നിന്ന് വെളിയിലിറങ്ങുമ്പോ പള്ളിയുടെ മുന്നിലിരുന്ന് യാചിക്കുന്നവര് നീ കളിയാക്കല്ലേ. ആർക്കെങ്കിലും നീ സദഖ കൊടുത്താ അല്ലാഹു മരിക്കാൻ കിടക്കുന്ന സമയത്ത് നിനക്ക് സ്വർഗം കാണിച്ചു തരും. ആ സ്വർഗം കണ്ടിട്ട് മരിക്കാൻ അല്ലാഹു നിനക്ക് ഭാഗ്യം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ആ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ആ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് ദുആ ചെയ്ത് പിരിയാം. വേറെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല, പിരിവോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരു സൂറത്ത്, ഒരേ ഒരു സൂറത്ത് 50 കൊല്ലത്തെ പാപം പൊറുക്കുന്ന ഒരു സൂറത്ത് ഓതി ആത്മാർത്ഥമായി നമുക്ക് ദുആ ചെയ്തിട്ട് പിരിയാം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് എഴുന്നേൽക്കുക, അടുത്തേക്ക് വരിക. എല്ലാരും പുറത്ത് നിൽക്കുന്ന ചങ്ങായിമാരൊക്കെ ദുആ ചെയ്യാൻ പോകാം. ഇവനെങ്കിലും അകത്ത് കയറി എല്ലാരും എല്ലാരും അടുത്തേക്ക് വാ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. ദുആഇന്റെ സമയത്ത് മാറി നിൽക്കരുത്. ഇൻഷാ അല്ലാഹ് കസേര ഒന്നും പറക്കണ്ട മനുഷ്യന്മാരെല്ലാരും ഇൻഷാ അല്ലാഹ് എല്ലാരും പുറത്തേക്കണ ചങ്ങായിമാരൊക്കെ ഒന്നീ സ്വർഗത്തിൽ കയറി നിൽക്കുക, അല്ലെങ്കിൽ മാറി നിൽക്കുക. രണ്ടാലൊന്നും. ഒന്നീ സ്വർഗത്തിൽ കയറുക, ആ പുറത്ത് നിൽക്കണം. അവരൊക്കെ എന്താ മൈക്ക് കമ്മിറ്റിക്കാരായിരിക്കണം, അവരൊക്കെ ഇല്ല. അല്ലാഹു അവരൊക്കെ വേറെ ചിന്തയില്ല, അവരൊക്കെ വേറെ ചിന്തയില്ല. അവർക്കൊക്കെ വയത് വെച്ചിട്ട് സംഘാടകർ പോലും വയത് കേൾക്കാറില്ല. എല്ലാവരും അവിടെ ഇവിടെ നിയന്ത്രിക്കാനും മറ്റുള്ള കാര്യത്തിന്. അപ്പൊ ഇൻഷാ അല്ലാഹ് കഴിയുമെങ്കിൽ അകത്തേക്ക് ഈ ദുആഇന്റെ സദസ്സി സ്വർഗത്തിലേക്ക് കയറി നിൽക്കുക. അല്ലാഹു നമുക്കൊക്കെ ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒരു 3 സ്വലാത്ത് പറഞ്ഞു. اللهم صل على محمد يا رب صل عليه وسلم. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒന്നി അകത്തേക്ക് കയറാം, അല്ലെങ്കിൽ മാറാം. ഏതെങ്കിലും ഒന്ന് ചെയ്യാം. രണ്ടാലൊന്ന് ചെയ്യണം. അള്ളാഹുവിനെ ഓർത്ത് അകത്ത് കയറാം, അല്ലെങ്കിൽ മാറാം. അള്ളാഹുവിന്റെ പേര് പറഞ്ഞിട്ട് ഒരു കാര്യം ചോദിച്ചാൽ അനുസരിക്കണമെന്ന്. ഒന്നി നീ സ്വർഗത്തിൽ കയറി നിൽക്കുക, അല്ലെങ്കിൽ മാറി നിൽക്കുക. ഇതിലേതെങ്കിലും ഒന്ന് ചെയ്യണം. ഇൻഷാ അല്ലാഹ് നമുക്കൊരു സൂറത്ത് ഓതി ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ ചെയ്താൽ സ്വീകരിക്കണമെങ്കിൽ ഒരു സദഖ കൊടുക്കുന്നത് നല്ലതാണ്. സദഖ കൊടുത്തിട്ട് ദുആ ചെയ്താൽ ആ ദുആ തള്ളപ്പെടില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. സംഘാടകർ എന്നോട് പിരിക്കാനൊന്നും പറഞ്ഞില്ല, എങ്കിലും വല്ലതും കിട്ടിയാൽ കുഴപ്പമില്ല, അങ്ങനത്തെ ചിന്ത. എൻ്റെ പ്രിയമുള്ളവർ, എനിക്ക് സുഖമില്ല, മഞ്ഞപ്പിത്തൊക്കെ ഉണ്ട്. ആ സുഖമില്ലാഞ്ഞിട്ട് പോലും ഞാൻ ഇത്രയും ദൂരം യാത്ര ചെയ്തു വന്നത് ഈ സദസ്സിലെ ദുആയ്ക്ക് വേണ്ടിയാണ്. അല്ലാഹു ദുആ സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ദുആ സ്വീകരിക്കുമ്പോൾ ഒരു സദഖ കൊടുക്കുന്നത് നല്ലതാണ്. ഉസ്താദ് നിങ്ങൾ പറയും, എത്ര രൂപ? ചെറുത് വല്ലതും മതി, ചെറിയൊരു സദഖ. എത്ര രൂപ ചോദിക്കണം? ഒരു ചെറിയ സദഖ. ഞാൻ ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല. കാരണം എന്തേ? ഞാൻ ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല. ഞാൻ ചോദിക്കുമ്പോൾ ചാടി എഴുന്നേറ്റ് കൈവക്കിട്ട് ഞാൻ തരാന്ന് എനിക്ക് എൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ തന്നാൽ എനിക്കൊന്നുമില്ല, തന്നില്ലെങ്കിലൊന്നുമില്ല. അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് സദഖ കൊടുക്കാൻ കഴിയൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി.
പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് 10ാമത്തെ ദിവസം. ഇന്ന് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അവസാനത്തെ രാത്രിയാകാം, ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അവസാനത്തെ രാത്രിയാകാം, അറിയില്ല. അള്ളാഹുവേ, അപ്പൊ അതുകൊണ്ട് പിരിയുമ്പോൾ ഒരു നല്ലത് ചെയ്തിട്ട് പിരിയുന്ന സമയത്ത് സമാധാനത്തോടെ ഞാനൊരു നല്ലത് ചെയ്തിട്ടാണല്ലോ പിരിഞ്ഞത് എന്ന് ആലോചിക്കാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാണ്. ഒറ്റ നിയത്ത് മതി. ഞാനാണെങ്കിൽ 2 മാസം മുമ്പ് എൻ്റെ വാപ്പയുടെ ഖബർ സിയാറത്തിന്, എൻ്റെ ഉപ്പാന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ പോകുമ്പോൾ ഒരു പെണ്ണൊരു ബാഗും പിടിച്ചിട്ട് പള്ളിയുടെ കവാടത്തിന്റെ അവിടെ നിൽപ്പുണ്ട്, ഗേറ്റിന്റെ അവിടെ. എന്നോട് പറഞ്ഞു, ഉസ്താദേ, എൻ്റെ ഒരു മകൻ ഖബർ സിയാറത്ത് ചെയ്യാൻ പോയിട്ട് കാണുന്നില്ല, ഒന്ന് വിളിച്ചോണ്ട് വരും. ഞാനിങ്ങനെ പള്ളിക്കാട്ടിൽ പോയിട്ട് നോക്കി, ആരെയും കണ്ടില്ല. പള്ളിക്കാട് മുഴുവനും നോക്കി, ഇങ്ങനെ കാട് പിടിച്ച് അങ്ങനെ നോക്കി, ആരെയും കണ്ടില്ല. ഞാൻ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ആരും ഇല്ല. ഇല്ല ഉസ്താദേ, എൻ്റെ മോൻ കോളേജിലേക്ക് പോകാൻ ലീവ് കഴിഞ്ഞിട്ട്, അവൻ പഠിക്കാൻ ലീവിന് വന്നിട്ട് തിരിച്ചു പോവുകയാ. അപ്പോ അതുകൊണ്ട് വാപ്പയോട് യാത്ര പറയാൻ പോയതാ. എനിക്ക് അശുദ്ധിയാ ഉസ്താദ്, അങ്ങോട്ട് കയറി വരാൻ കഴിയില്ല. ഉസ്താദ് ഒന്ന് വിളിച്ചോണ്ട് ഒരു ബസ് വരാൻ സമയമായി. ഞാനിങ്ങനെ പിന്നെയും പള്ളിക്കാട്ടിൽ പോയിട്ട് ഇങ്ങനെ മുഴുവനും തെരഞ്ഞു നോക്കി. ഞാനിങ്ങനെ തെരഞ്ഞു നോക്കുമ്പോ ഒരു 12 വയസ്സുള്ളൊരു മകൻ ഒരു ഖബറിന്റെ മുകളിൽ കിടന്നു കരയാ. വെള്ള ജുബയും തൊപ്പിയൊക്കെ ധരിച്ച ഒരു 12 വയസ്സുണ്ട്. അവനിങ്ങനെ തന്റെ വാപ്പാന്റെ ഖബറിന്റെ മുകളിൽ കിടന്ന് കരയാ, കരഞ്ഞ് കിടക്ക. അള്ളാഹു, വല്ലാത്ത സങ്കടം തോന്നി. ഞാൻ ആ മകന്റെ കയ്യിൽ പിടിച്ചുയർത്തി. ഞാൻ അവന്റെ കയ്യിൽ പിടിച്ച് ഒരുപാട് ബുദ്ധിമുട്ടി. കരഞ്ഞിട്ട് കണ്ണീര് വീണിട്ട് ജുബ്ബ മുഴുവനും നനഞ്ഞിട്ടും മണ്ണായിരിക്കാം. തന്റെ വാപ്പ ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയി. ആ പൊന്നുമോൻ വാപ്പയോട് യാത്ര ചോദിക്കുക, കോളേജിൽ പോകാൻ. ഞാൻ അവന്റെ കയ്യിൽ പിടിച്ച് ഒരുപാട് ബുദ്ധിമുട്ടി എടുത്തിട്ട് ഞാൻ വെളിയിലേക്ക് കൊണ്ടുപോകാൻ പോകുമ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഒരു ഫാത്തിഹ ഓതിയിട്ട് ദുആ ചെയ്യൂ ഉസ്താദ്. എന്റെ വാപ്പാന്റെ ഖബറിന്റെ ചാരത്ത് നിന്നിട്ട് ഉസ്താദ് ഒന്ന് ദുആ ചെയ്യൂ. അള്ളാഹു നമുക്ക് അങ്ങനെയുള്ള മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാണ്. ഞാനിങ്ങനെ എൻ്റെ അടുത്തിരുന്നിട്ട് ഞാനിങ്ങനെ ഒരു ഫാത്തിഹ ഓതിയിട്ട് അവസാനം ദുആ ചെയ്യുന്ന സമയമായപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ, നീ ദുആ ചെയ്യ്, നിന്റെ വാപ്പ ഒരുപാട് സന്തോഷിക്കും. എന്നെ പഠിപ്പിച്ചത് നിന്റെ വാപ്പയാണല്ലോ, അവൻ ഖുർആൻ ഹാഫിദ് ആവാൻ വേണ്ടി പഠിച്ചെടുക്കുക. ഞാൻ പറഞ്ഞു, നീ ദുആ ചെയ്താൽ നിന്റെ ഉപ്പ വല്ലാതെ സന്തോഷിക്കും, നീ ദുആ ചെയ്യ. ഇല്ല ഉസ്താദ്, നിങ്ങൾ ദുആ ചെയ്യ. അവസാനം എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ ആ ഖബറിന്റെ ചാരത്തിരുന്ന് ദുആ ചെയ്യാൻ തുടങ്ങിയതേ ഉള്ളൂ. ദുആ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു, അല്ലാഹുവേ, ഈ ഖബറിനകത്ത് നീ സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണേ. അല്ലാഹ്, പടച്ചോനെ, പൊന്നുമോനെ, കരഞ്ഞ് തറയണം. വാപ്പാന്റെ ഖബറിനകത്ത് സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണേ എന്ന് ദുആ ചെയ്തപ്പോ ഈ 12 വയസ്സുകാരൻ കരഞ്ഞ മീസാങ്കല്ലിന്റെ മുകളിൽ വാപ്പയുടെ ഖബറിന്റെ മുകളിലേക്ക് തളർന്നു വീണുപോയി. അല്ലാഹു നമുക്ക് അതുപോലെയുള്ള മക്കളെ നൽകി അനുഗ്രഹിക്കണം. നമ്മുടെ മക്കൾ ദുആ ചെയ്യും, പറയാൻ കഴിയും. നിങ്ങൾ നിങ്ങളുടെ ഉപ്പാന് വേണ്ടി ദുആ ചെയ്യും. സ്വന്തം ആത്മാർത്ഥമായിട്ട് പറയട്ടെ. നിങ്ങളുടെ ഉപ്പയ്ക്ക് നിങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ദിവസം? ആരുണ്ട് ഉപ്പ? സമയമില്ല, എല്ലാവർക്കും തിരക്ക്. ആർക്കും നിന്റെ ഉമ്മയും ഉപ്പയും ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഉമ്മയും ഉപ്പയും ഒരാളുടെ മുന്നിലും തെണ്ടിയിട്ടല്ല നമ്മളെ വളർത്തി, അറിയോ? ഒരാളുടെ മുന്നിൽ നമ്മുടെ വാപ്പയും ഉമ്മയും ഇന്ന് വരെ ഒരാളുടെ മുന്നിലും പോയിട്ട് കൈ നീട്ടി യാചിച്ചിട്ടല്ല നമ്മളെ വളർത്തിയെ. അങ്ങനെ വളർത്തിയ നിന്റെ ഉപ്പാടെ ഉമ്മാടെ നമ്മുടെ മാതാപിതാക്കളുടെ അവസ്ഥ എന്തെന്നറിയോ? എല്ലാരെയും ഞാൻ കുറ്റം പറയില്ല. നമ്മളിൽ നമ്മുടെ ചിലരുടെ മാതാപിതാക്കള് കബറി കിടന്നിട്ട് തെണ്ടുക. അല്ലാ, ഈ ലോകത്ത് ആരെങ്കിലും എനിക്കൊന്ന് ദുആ ചെയ്യണേ അല്ലാ. പാവങ്ങൾ കബറി കിടന്നിട്ട് യാചിക്ക, റബ്ബേ, ഈ പ്രപഞ്ചത്തിൽ ആരെങ്കിലും എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്ന് കബറാളി യാചിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. സ്വന്തം ഉമ്മാനെ ഉപ്പാനെ യാചിപ്പിച്ച അല്ലാഹു ഒരിക്കലും വെറുതെ വിടില്ല. ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തും, ഒരു താക്കീത് പോലെ. സ്വന്തം ഉമ്മാനെ ഉപ്പാനെ വേദനിപ്പിച്ച വല്ലാഹി അല്ലാഹു നമ്മളെ വെറുതെ വിടൂല. 3 തെറ്റ് ചെയ്യുന്നവന് മരിക്കുന്നതിന് മുമ്പേ ശിക്ഷയുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. മാതാപിതാക്കളെ വേദനിപ്പിച്ച മക്കൾ അല്ലാഹു ഒരിക്കലും വെറുതെ വിടൂല. കാരണം നമ്മുടെ ഉമ്മയും ഉപ്പയും ഖബറിൽ കിടന്നിട്ട് പറയും, എന്തിനാ അല്ലാഹ് ഇങ്ങനെ ഒരുത്തനെ എനിക്ക് തന്നെ? നമ്മളെ ശപിക്കും നമ്മുടെ ഉമ്മ. അള്ളാന്റെ റസൂല് പറഞ്ഞു, മരിച്ചവരെ നിങ്ങൾ വേദനിപ്പിക്കല്ലേ, അവരുടെ ദുആ നീ സൂക്ഷിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മൾ ചെയ്തു കൂട്ടുന്ന തെറ്റുകൾ മുഴുവൻ ആരും അറിയുന്നില്ല എന്ന് നീ കരുതല്ലേ. നിന്റെ വാപ്പയും ഉമ്മയും എല്ലാം അറിയുന്നുണ്ട്. എല്ലാ വെള്ളിയാഴ്ച ദിവസവും ഒരു വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ ചെയ്ത എല്ലാ നന്മയും തിന്മയും വെള്ളിയാഴ്ച ഖബറിൽ ചെന്നിട്ട് മലക്കുകൾ വായിച്ചു കേൾപ്പിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി.
നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾ മുഴുവനും ഖബറി വായിച്ചു കൊടുക്കുമ്പോ നമ്മുടെ വാപ്പയും ഉമ്മയും അല്ലാ ഞാൻ കഷ്ടപ്പെട്ടത് വെറുതെ ആയില്ലല്ലോ, അല്ലാ എനിക്കിതുപോലൊരു മകനെ കിട്ടിയല്ലോ എന്ന് ഓർത്തിട്ട് നമ്മുടെ ഉമ്മയും ഉപ്പയും ഖബറി കിടന്നിട്ട് നമുക്ക് ദുആ ചെയ്യാം. നമ്മൾ ചെയ്ത വൃത്തികേട് മുഴുവനും വായിച്ചു കൊടുക്കുമ്പോ നമ്മുടെ ഉമ്മ ഖബറിനകത്ത് കിടന്നിട്ട് നമ്മളെ ശപിക്കും. ഇങ്ങനെ ഒരുത്തനെയാണല്ലോ അല്ലാ ഞാൻ ചുമന്നുകൊണ്ട് നടന്നത്, ഇങ്ങനെ ഒരുത്തനെയാണല്ലോ അല്ലാ ഞാൻ നൊന്ത് പ്രസവിച്ചത്, നമ്മളെ ശപിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. മരിച്ചവരെ വേദനിപ്പിക്കുന്ന മക്കളെ തൊട്ട് അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, മക്കളെ നല്ല രീതിയിൽ വളർത്ത്, അള്ളാഹിനെ കുറിച്ച് പറഞ്ഞുകൊടു, നന്മയെ കുറിച്ച് പറഞ്ഞുകൊടു എൻ്റെ പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമ്മളിൽ പലരുടെയും മാതാപിതാക്കളും മരിച്ചു പോയിട്ടുണ്ട്. അവരുടെ ഖബറിനകത്ത് സ്വർഗത്തിന്റെ ഒരു വെള്ളിയാഴ്ചയെങ്കിലും ആ പാവങ്ങളൊന്ന് സന്തോഷിക്കട്ടെ. നിന്നെ കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു നേട്ടം, നമ്മളെ കൊണ്ട് ഒരു വെള്ളിയാഴ്ചയെങ്കിലും ആ പാവങ്ങളൊന്ന് സന്തോഷിക്കട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കും. അള്ളാഹു നമുക്ക് സാലിഹായ മക്കളെ നൽകി അനുഗ്രഹിക്കും. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്ന എപ്പോഴെന്നറിയും? എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പൊ സന്തോഷം ഉണ്ടാകുന്നത് വൈകുന്നേര സമയമാകുമ്പോ എൻ്റെ മോൻ ദുആ ചെയ്യും. 2.5 വയസ്സേ ഉള്ളവന് അവനിങ്ങനെ ദുആ ചെയ്യും. ദുആ ഇങ്ങനെ പറയാറുണ്ട്. വൈഫ് പറയും മോനെ ദുആ ചെയ്യും, ഞാനും പറയും ദുആ ചെയ്യാൻ. 2.5 വയസ്സുകാരൻ ഞങ്ങൾ നിസ്കാരപ്പായിലിരിക്കുമ്പോ ദുആ ചെയ്യും, പാപ്പച്ചിയെ കാക്കണേ അല്ലാ, അമ്മച്ചിയെ കാക്കണേ അല്ലാ, എല്ലാരെയും കാക്കണേ അല്ലാ. എന്നിട്ട് അവസാനം അവൻ ദുആ ചെയ്യും, സിനാനിനെ ഹാഫിളാക്കണേ അല്ലാ. അവൻ എന്താന്നറിയില്ല പറയണേ, സിനാനിനെ ഹാഫിളാക്കണേ അല്ലാ. അവനത് ദുആ ചെയ്യുമ്പോ ഞാൻ എൻ്റെ ഭാര്യയും കരഞ്ഞോണ്ട് ആമീൻ പറഞ്ഞിട്ടുള്ളൂ. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ, കാരണം എന്റെയും എന്റെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം, കാരണം എൻ്റെ ഉപ്പ ഒരു കൂലിപ്പണിക്കാരനായിരുന്നു. എപ്പോഴും പറയാറുണ്ട് നാട്ടുകാരൊക്കെ, എൻ്റെ ഉപ്പ എന്നെ കോളേജിൽ പഠിക്കുമ്പോൾ ഉസ്താദ് ഒരുപാട് അടിച്ചു. കൊച്ചുകുട്ടികളുടെ, ചെറിയ കുട്ടികളുടെ മുന്നിലിട്ട് അടിച്ചിട്ട് എൻ്റെ ശരീരം മുഴുവനും പൊട്ടി രക്തം വന്നു. വീട്ടിൽ പോയപ്പോ പെട്ടിക്കെടുത്തിട്ട് ഞാൻ വീട്ടിൽ പോയപ്പോ എന്റെ കാക്കമാരെല്ലാരും ഉസ്താദന്മാരാ. എല്ലാരും പറഞ്ഞു ഇനി നീ പഠിക്കാൻ വേണ്ട, ഉസ്താദ് ഇത്രയും തല്ലിയത് കാരണം നീ പോകണ്ടെന്ന് എന്റെ എല്ലാരും പറഞ്ഞു. പക്ഷെ വാപ്പാൻ എനിക്ക് വല്ലാത്ത പേടിയാ, കാരണം ഉപ്പ എന്നെ അടിക്കാറുണ്ട്. എല്ലാവർക്കും പേടിയായിരുന്നു. വാപ്പാനോട് ചിലപ്പങ്ങളൊക്കെ അടിക്കണ കാരണം ദേഷ്യം തന്നെ തോന്നുമായിരുന്നു. എല്ലാരും പോകണ്ടെന്ന് പറഞ്ഞിട്ട് വാപ്പ മാത്രം ഒന്നും വേണ്ടിയില്ല. ഒരു ദിവസം ഒരു വെള്ളിയാഴ്ച എൻ്റെ വാപ്പ ജുമാ നിസ്കാരം കഴിഞ്ഞപ്പോ എന്നെ വിളിച്ചോണ്ട് ഖബറിക്കാട്ടി പോയി. പള്ളിക്കാട്ടിൽ പോയി നിന്നിട്ട് ഉപ്പാന്റെ മാതാപിതാക്കളുടെ ഖബറിന്റെ ചാരത്ത് പോയി നിന്നിട്ട് എന്നോട് പറഞ്ഞു യാസീൻ ഓതാൻ. യാസീൻ ഓതിയിട്ട് ദുആ ചെയ്യുന്ന സമയത്ത് എൻ്റെ വാപ്പ ദുആ ചെയ്യുന്നതിന് മുമ്പ് എനിക്കൊരു പാഠം പഠിപ്പിച്ചു തന്നു. സ്വന്തം മാതാപിതാക്കളുടെ ഖബറിന്റെ ചാരത്ത് നിർത്തിയിട്ട് എന്നെ കൊണ്ട് യാസീൻ ഓതിപ്പിച്ചിട്ട് എൻ്റെ വാപ്പ എനിക്കൊരു ഇൽമു പറഞ്ഞു തന്നു. മോനെ, എനിക്ക് ഈ ഖബറിന്റെ ചാരത്തിരുന്ന് യാസീൻ ഓതാൻ അറിയാത്തത് കൊണ്ടാണ് നിന്നെ കൊണ്ട് ഞാൻ ഓതിപ്പിക്കുന്നത്. എന്റെ ഉപ്പയുടെ ഖബറിന്റെ ചാരത്ത് നിന്നിട്ട് എനിക്ക് യാസീൻ ഓതാൻ അറിയില്ല, ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് നിന്നെ കൊണ്ട് ഞാൻ ഓതിപ്പിച്ചു. നാളെ നിനക്ക് ഈ ഗതി വരാൻ പാടില്ല. ഞാനും ഖബറിൽ പോകുമ്പോ ഇങ്ങനൊരു ഗതി എനിക്ക് വരാൻ പാടില്ല. അതുകൊണ്ട് എന്റെ പൊന്നുമോൻ പഠിക്കാൻ പോണേ എന്ന് സ്നേഹത്തോടെ പറഞ്ഞു വിട്ട എന്റെ വാപ്പ. എന്റെ പ്രിയമുള്ളവരെ, ആ മനുഷ്യൻ ഒരായത്ത് പോലും ഓതാൻ അറിയാത്ത ആ മനുഷ്യൻ 8 മക്കളിൽ 6 എണ്ണം ആണ്, 6 പേരെ ഹാലിമീങ്ങളാക്കി. ഹാഫിളീങ്ങളും ആലിമീങ്ങളും. അള്ളാഹു അദ്ദേഹത്തിന്റെ മയ്യത്ത് നിസ്കരിച്ചത് ഹാഫിളായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്കും അതുപോലെ വേണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കണം. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളോട് ഞാനൊരു സദക്ക ദുആ ചെയ്യുകയാണ്. വേറൊന്നുമില്ല. എത്രയൊന്നും ചോദിക്കണമെന്ന് എനിക്കറിയില്ല, പൈസ പിരിവ് അങ്ങനൊന്നുമില്ല. ഒരു ചെറിയൊരു സദക്ക. എന്താ 1000 ഒന്നും ഇല്ല, 1000ന്റെ നോട്ടൊന്നും ഇല്ലാത്ത കാലമല്ലേ. എന്താ ഒരു ചെറിയ സദക്ക. എത്ര ചോദിക്കണം ഉസ്താദ്? നിങ്ങൾ പറയും. ഒരു തുടക്കം പറഞ്ഞു തന്നാൽ മതി. എത്ര ചോദിക്കണം? ഇൻഷാ അല്ലാഹ് ഇപ്പം കൊടുക്കണമെന്നൊന്നും പറയൂല. ഇൻഷാ അല്ലാഹ് 1001 രൂപ കൊടുക്കാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈവെക്കാം. ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ ആരെങ്കിലും 1 2 3 പേര്, 4 5 6 കുലൂത്ത് കബീർ 10 പേര് കുലൂത്ത് കബീർ. 1 രൂപ സദക്ക ചെയ്യാൻ തീരുമാനിക്കുമ്പോ 70 ശൈത്താന്മാര് കൈ പിടിച്ചിട്ട് പറയും കൊടുക്കല്ലേ, 70 എണ്ണത്തിന് കൊന്നാലേ നിനക്ക് 1 രൂപ സദക്ക ചെയ്യാൻ കഴിയൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി. 11 പേര് അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇൻഷാ അല്ലാഹ് എനിക്ക് കൊണ്ടുപോകാനല്ല, ആരെങ്കിലും ഉണ്ടോ? 1001 രൂപ ഇൻഷാ അല്ലാഹ്. 12 കുലൂത്ത് കബീർ 13 14 അൽഹംദുലില്ലാഹ്. ഇനി ഡോക്ടറിന് കൊടുക്കണ ഫീസല്ലേ ഇൻഷാ അല്ലാഹ്. 15 അൽഹംദുലില്ലാഹ്. 17 2 പേരും കൂടെ, ഞാൻ 2 പേരും കൂടെ ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് 16. ഇനി ഒരാളും കൂടെ. ഒരാളും കൂടെ ഇൻഷാ അല്ലാഹ്. 1001 രൂപ. 17 കുലൂത്ത് കബീർ
ഖുലൂത കബീറ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അർഹം റഹീമായ അല്ലാഹുവേ, ഈ 17 പേര് ചെയ്ത ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് ഇന്നത്തെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്. പിന്നെ കൊടുത്താൽ മതി, ഇപ്പൊ വേണമെന്നൊന്നുമില്ല. പൈസ പിന്നെ കൊടുത്താൽ മതി, എൻ്റെ കൈ തരണമെന്നൊന്നുമില്ല. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അതിപ്പോ ഇൻഷാ അല്ലാഹ് പേരൊന്നും ഇൻഷാ അല്ലാഹ് അതൊക്കെ ചോദ്യമുണ്ടപ്പോൾ 1000 രൂപയും കൊണ്ട് ആരും അംബാനിയാവാൻ പോണില്ല. നാളെ വരുമ്പോൾ തരും. അൽഹംദുലില്ലാഹ്. ഒരാൾ 2000 രൂപ ഖുലൂത കബീറ. പരമനുഷ്യന്മാരെ, നീ കൊടുത്തില്ലെങ്കിൽ ഇത് പറഞ്ഞാലും അതിന് പ്രതിഫലം കിട്ടും. ഖുലൂത കബീറ. അൽഹംദുലില്ലാഹ്. 18. ഇനി 18 നല്ല സംഖ്യയല്ല. ആരാ പോരാ, ഒരാളും കൂടെ 19ാമത്തെ അടിമ. അൽഹംദുലില്ലാഹ്. ഖുലൂത കബീറ, ഖുലൂത കബീറ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇനി ആരെങ്കിലും ഉണ്ടാ? ഇൻഷാ അല്ലാഹ്. ആരെങ്കിലും 19 പേരായി. ആരെങ്കിലും ഒരാളും കൂടെ ഉണ്ടെങ്കിൽ 20. ഇൻഷാ അല്ലാഹ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ നിർബന്ധമില്ല. ആരെങ്കിലും ഉണ്ടാ? ഇൻഷാ അല്ലാഹ്. 20 ഖുലൂത കബീറ. 21 അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ 21 അടിമകൾ ഈ ഉയർത്തിയ കൈ മരിക്കുവോളം ഒരാളുടെ മുന്നിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ ഇവർക്ക് ആർക്കും നീ കൊടുക്കല്ല. അല്ലാഹുവേ, വെള്ളിയാഴ്ച പള്ളിയുടെ മുന്നിൽ പോയിരുന്നിട്ട് യാചിക്കേണ്ട ഗതികേട് ഈ 21 പേർക്കും അവരുടെ ഭാര്യ മക്കൾക്കും നീ കൊടുക്കല്ലേ റബ്ബേ. ഈ സദഖ അതിനൊരു സബബാക്കണേ അല്ലാഹ്. ഇത് വായിക്കണ്ട, വായിച്ച ഉള്ള പ്രതിഫലം പോകും. ഒരുപാട് പേര് സദഖ കൊടുത്തത് വായിക്കാനുണ്ട്, പക്ഷെ ഞാനിത് വായിക്കൂല. വായിച്ച പ്രതിഫലം പോകും. കാരണം എന്താ, ഞാനൊരു 100 രൂപ കൊടുത്തെന്ന് സങ്കല്പിക്കാം. അപ്പൊ ഇങ്ങനെ ഉസ്താദ് വായിക്കുന്ന എല്ലാവരുടെ പേരും വായിക്കുന്നു. അപ്പൊ ഞാനിങ്ങനെ നോക്കുമ്പോൾ സിറാജുദ്ദീൻ 100 രൂപ ദുആ ചെയ്യാൻ. അപ്പൊ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും, ആരെങ്കിലൊക്കെ കേട്ടോ? കേട്ട്, കഴിഞ്ഞ പ്രതിഫലം പോയി. 4 പേര് കേട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്റെ പേരിനി വായിച്ചില്ല, അപ്പോഴും വിചാരിക്കും അല്ലാഹ് ഉസ്താദ് പുട്ടടിച്ച. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരുപാട് പേര് സദഖ ചെയ്തിട്ടുണ്ട്. അവരുടെ മുറാദുകൾ ഹാസിലാകാൻ അല്ലാഹ്നറിയാം. അല്ലാഹു സാധിച്ചു കൊടുക്കുമാറാകട്ടെ. വായിച്ചില്ല എന്ന് പറഞ്ഞാൽ ആരും ഒരു ചർച്ചയ്ക്കൊന്നും നിൽക്കണ്ട. വായിക്കണ വേണ്ടേ? ഭൂരിഭാഗത്തിന്റെ അഭിപ്രായം പരിഗണിക്കണമെന്ന വായിക്കണ്ട എന്ന് അഭിപ്രായമുള്ള ഒരു കൈവയ്ക്ക് ഐക്യ കണ്ടേനെ പാസ്സാക്കി. 21 അടിമകൾ അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ഒറ്റ സൂറത്ത് ഓതിക്കൂടെ? പരമനുഷ്യന്മാരെ ഓതിക്കൂടെ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 50 കൊല്ലം ചെയ്ത പാവം പൊറുക്കണ സൂറത്ത് ഓതുമ്പോ നേരെ ചെപ്പോ ഓത്. നിങ്ങൾ ചെയ്ത പാവം നിങ്ങൾക്കല്ലേ അറിയൂ, നമ്മൾ ചെയ്ത പാവം അവനവനല്ലേ അറിയൂ. അപ്പൊ അത്രയും കൊടും പാവം ചെയ്ത നമ്മുടെ 50 കൊല്ലത്തെ പാവം പൊറുക്കണമെങ്കിൽ ഇത്തിരിയൊക്കെ ആത്മാർത്ഥമായിട്ട് ഓതണ്ട. നല്ലപോലെ ഓത് മനുഷ്യന്മാരെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹു ഓതാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? സൂറത്തുൽ ഇഖ്ലാസ് ഓതാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. വേണമെങ്കിൽ ഓത് വാപ്പ, നമുക്ക് അവിടെ വെച്ച് കാണാം. അല്ലാഹു ആ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. ചെറുപ്പക്കാരനാണ്, മൈക്ക് കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ആരുടെയും മനസ്സ് വേദനിക്കാൻ വേണ്ടി, ആരെയും വേദനിപ്പിക്കണമെന്ന് കരുതിയിട്ടല്ല വഅദ് പറയുന്നത്. ആരുടെയെങ്കിലും മനസ്സിന് വേദന ഉണ്ടാക്കണം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടു തരിക. അല്ലാഹു നമുക്കൊക്കെ താഴ്മ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ ചെയ്യുന്ന എന്നെ നോക്കണ്ട, എന്നെക്കാളും നല്ലവര് നിങ്ങളാ. നമ്മളെല്ലാവരും മോശക്കാരാണെങ്കിലും ഈ മക്കാമിൽ കഴിയുന്ന മഹാരഥ അള്ളാഹു ഇഷ്ടപ്പെട്ട ആളാണ്. അപ്പൊ അതുകൊണ്ട് ആരുടെയെങ്കിലും ബർക്കത്ത് കൊണ്ട് അള്ളാഹു ദുആ സ്വീകരിക്കും. അതുകൊണ്ട് ആത്മാർത്ഥമായി ആമീൻ പറ. അള്ളാഹു നമ്മുടെ ഈ ദുആ സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമർ റഹീമായ ദയാലുവായ അല്ലാഹുവേ, ഒരുമിച്ച് കൂടല്ല നീ കബൂലാക്കണേ പടച്ചവൻ. ഞങ്ങൾ പറഞ്ഞതും കേട്ടതും എല്ലാം ഒരു സാലിഹായ അമലായി സ്വീകരിക്കണേ അല്ലാഹ്. എന്തെങ്കിലും തെറ്റ് വന്നു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ കരുണ കൊണ്ട് നീ പുറത്തു മാപ്പാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, നീ ഇഷ്ടപ്പെടാത്ത ഒരാൾ പോലും ഈ സദസ്സിലില്ല അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പാവങ്ങൾ ചെയ്ത മഹാപാവികളാ അല്ലാഹ്. ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് ഞങ്ങൾക്ക് കുറ്റബോധമുണ്ട് റഹ്മാനെ. ഇനി ഒരിക്കലും ഞങ്ങൾ അതിലേക്ക് മടങ്ങില്ല അല്ലാഹ്.
ഇനി ഒരിക്കലും ഞങ്ങൾ അതിലേക്ക് മടങ്ങില്ല അല്ലാ. പടച്ചവനെ ഒരവസരം കൊടുത്താ അല്ലാ, നന്നാവാൻ ഒരവസരം കൊടുത്താ റഹ്മാൻ. അല്ലാഹുവേ, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ ഞങ്ങളുടെ ഉമ്മ ഇന്ന് പ്രസവിച്ച മക്കളെ പോലെ യാത്രയാക്കണേ അല്ലാ. ഈ പോകുന്ന വഴിയിലൊക്കെ മരിച്ചാ നീ സ്വർഗം തരണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളിൽ പലരും രോഗികളാണ്, ശിഫ നൽകണേ പടച്ചവൻ. അറുത്ത് മുറിക്കുന്ന രോഗങ്ങൾ തരല്ലേ അല്ലാ. കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത രോഗം തരല്ലേ അല്ലാ. ശരീരത്തിന്റെ ഭാഗങ്ങൾ മുറിച്ചു മാറ്റുന്ന രോഗങ്ങൾ തരല്ലേ റബ്ബേ. ഞങ്ങൾക്ക് നീ ക്യാൻസർ തരല്ലേ അല്ലാ. ട്യൂമർ നൽകല്ലേ അല്ലാ. ഡയാലിസ് ചെയ്യേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. ഞങ്ങൾ ആരെ ഈ ദുനിയാവിലിട്ട് നീ നരകിപ്പിക്കല്ലേ പടച്ചവൻ. മറ്റുള്ളവർക്ക് ഭാരമാകുന്ന ജീവിതം തരല്ലേ അല്ലാ. അല്ലാഹുവേ, കിടന്ന് കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ ഞങ്ങൾക്ക് ആർക്കും നീ തരല്ലേ റബ്ബേ. ഞങ്ങളുടെ കൂടെ കടന്നവര് ഞങ്ങളുടെ മരണം ആഗ്രഹിക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ഭാര്യ ഞങ്ങളുടെ മരണം ആഗ്രഹിക്കല്ലേ പടച്ചവൻ. ഞങ്ങളുടെ സ്വന്തം മക്കള് ഞങ്ങൾ മരിക്കാൻ വേണ്ടി ദുആ ചെയ്യല്ലേ അല്ലാ. വാപ്പ മരിക്കാൻ, ഉമ്മ മരിക്കാൻ വേണ്ടി ഞങ്ങളുടെ മക്കള് ദുആ ചെയ്യുന്നത് വരെ ഞങ്ങളെ നീ എത്തിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഉമ്മയും ഉപ്പയും ഖബറിലാണ്, നീ കരുണ കാണിക്കണേ അല്ലാ. അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മർഹമത്ത് നൽകണേ അല്ലാ. മരിച്ചവരെ കരയിപ്പിക്കുന്ന മക്കളാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ഉമ്മയും ഉപ്പയും ഖബറിൽ കിടന്ന് ദുആയ്ക്ക് വേണ്ടി യാചിക്കല്ലേ അല്ലാ. ആ പാവങ്ങളെ തെണ്ടിപ്പിക്കുന്ന മക്കളാക്കല്ലേ അല്ലാഹുവേ. ഞങ്ങളുടെ ഉമ്മ ഞങ്ങളുടെ ഖബറിൽ കിടന്ന് ശപിക്കല്ലേ പടച്ചവരെ. ആ പാവങ്ങള് ഖബറിൽ കിടന്നിട്ട് ഇപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ പടച്ചവരെ. രോഗം പിടിച്ച് വീടിനകത്ത് കടന്ന് കരയുന്നത് കാണേണ്ട ഗതികേട് തരല്ലേ അല്ലാ. ആ പാവങ്ങളെ നീ വേദനിപ്പിക്കല്ലേ റബ്ബേ. അവര് പട്ടിണി കടന്നിട്ട് ഞങ്ങൾക്ക് ഭക്ഷണം തന്നവരാ അല്ലാ. അല്ലാ, നീ അവരോട് കരുണ കാണിക്കണേ പടച്ചവൻ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ സാലിഹീങ്ങളാക്കി തരണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ കഷ്ടപ്പെട്ട് വളർത്തുന്നത് വെറുതെ ആക്കല്ലേ റബ്ബേ. നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തുന്ന മക്കളെ തരല്ലേ അല്ലാ. ഞങ്ങളുടെ കണ്ണീര് കുടിപ്പിക്കുന്ന മക്കളാക്കല്ലേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ മയ്യത്ത് കുടിപ്പിക്കാൻ അറിയുന്ന മക്കളെ തരണേ പടച്ചവൻ. മാതാപിതാക്കളുടെ മയ്യത്ത് കുളിപ്പിക്കാൻ എടുക്കുമ്പോ നാട്ടുകാരെ തെറ്റി നടക്കുന്ന മക്കളാക്കല്ലേ അല്ലാ. പള്ളിക്കകത്ത് ജനാസ കൊണ്ടുവെക്കുമ്പോ ഞാൻ എൻ്റെ ഉപ്പാന്റെ മയ്യത്ത് നിസ്കരിക്കുമെന്ന് പറയുന്ന സാലിഹായ ആ മക്കളെ തരണേ അല്ലാ. കള്ളുകുടിയരെ ഞങ്ങളുടെ മയ്യത്തിന്റെ ഇമാമാക്കല്ലേ റബ്ബേ. വ്യഭിചരിച്ച് നടക്കുന്നവനെ ഞങ്ങളുടെ മയ്യത്തിന്റെ ഇമാമാക്കല്ലേ അല്ലാ. പലിശക്കാരന് ഞങ്ങളുടെ മയ്യത്ത് നിസ്കാരത്തിന് പോലും നീ പങ്കെടുപ്പിക്കല്ലേ അല്ലാ. നീ ഇഷ്ടപ്പെട്ടവരെ കൊണ്ട് മാത്രം ഞങ്ങളുടെ മയ്യത്ത് നിസ്കരിപ്പിക്കണം പടച്ചവൻ. അല്ലാഹുവേ, ഞങ്ങൾക്കൊക്കെ നീ നല്ല മരണം തരണേ അല്ലാ. അല്ലാ, നീ ഞങ്ങൾക്ക് നല്ല മരണം തരണേ പടച്ചവൻ. മരണവേദന നീ കുറച്ചു തരണേ അല്ലാ. കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തിയിട്ട് മരിക്കുന്നവരാക്കല്ലേ അല്ലാ. ഞങ്ങൾ ആരെയും നീ കടക്കാരാക്കല്ലേ അല്ലാ. ഞങ്ങൾ ആരെയും നീ കടക്കാരാക്കി മരിപ്പിക്കല്ലേ അല്ലാഹുവേ. എല്ലാരും കരയുന്ന ദിവസം ഞങ്ങളുടെ മുഖത്ത് നീ പുഞ്ചിരി തരണേ പടച്ചവനെ. ഞങ്ങളുടെ മയ്യത്ത് കാണുന്നവര് ഞങ്ങളെ പോലെ മരിക്കാൻ കൊതിക്കണേ അല്ലാ. അല്ലാഹുവേ, പോകുമ്പോ 40 പേരെ കൊണ്ട് നല്ലത് പറയിപ്പിച്ചിട്ട് പോകാൻ ഭാഗ്യം തരണേ റബ്ബേ. മരിച്ച മനുഷ്യനെ കുറിച്ച് 40 പേര് നല്ലത് പറഞ്ഞ സ്വർഗമാണെന്ന അങ്ങനെ പറയണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഈ സദസ്സിലിരിക്കുന്ന ഉസ്താദന്മാരെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. ഉഖ്റവിയായ പണ്ഡിതന്മാരിൽ പെടുത്തണേ പടച്ചവനെ. അവർക്കൊക്കെ നല്ലൊരു ജീവിതം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. അവരുടെ മക്കളെയൊക്കെ സാലിഹീങ്ങളാക്കണേ അല്ലാ. ഈ 12 മണി വരെ ഈ സദസ്സിലിരുന്ന് എൻ്റെ ഉപ്പമാരെ നീ മറക്കല്ലേ പടച്ചവനെ. മരിക്കുന്ന ദിവസം സ്വന്തം കൈ കൊണ്ട് ഒതുവെടുത്തിട്ട് ജമാഅത്തായി നിസ്കരിച്ചിട്ട് മരിക്കാൻ ഇവർക്ക് നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ. ഈ ചെറുപ്പക്കാരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ മക്കളാക്കണേ അല്ലാ. മഹാന്മാരെ സ്നേഹിക്കുന്നവരാക്കണേ അല്ലാ. തെറ്റ് കണ്ട തിരുത്തുന്നവരാക്കണേ റബ്ബേ.
നന്മയുടെ ഭാഗത്ത് ഒരുമിക്കുന്നവരാക്കണേ അല്ലാ. നല്ലൊരു ഭാവിയും നല്ലൊരു ജോലിയും നല്ല ഒരു ഇണയെയും നീ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, എൻ്റെ ഉമ്മ പെങ്ങന്മാരെ നീ മറക്കല്ലേ പടച്ചവനെ. ഒരുപാട് വേദന സഹിച്ചവരാ, ഇനി നീ വേദനിപ്പിക്കല്ലേ അല്ലാ. അറുത്തു മുറിക്കുന്ന രോഗങ്ങൾ കൊടുക്കല്ലേ അല്ലാ. വെളിയിൽ പറയാൻ മടിക്കുന്ന രോഗങ്ങൾ കൊടുക്കല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഈ പരിപാടിയുടെ സംഘാടകരെ നീ അനുഗ്രഹിക്കണേ റഹ്മാൻ. അല്ലാ, ആരും മറന്നാലും നീ മറക്കല്ലേ പടച്ചവനെ. ആരൊക്കെ കളിയാക്കിയാലും നീ കളിയാക്കല്ലേ റഹ്മാന്. ആര് സഹായിച്ചില്ലെങ്കിലും നീ സഹായിക്കണേ അല്ലാ. നിന്റെ അർശിന്റെ താഴ്ഭാഗത്ത് ഈ പരിപാലകരെ നീ ഉൾപ്പെടുത്തണേ തമ്പുരാൻ. അല്ലാഹുവേ പടച്ചവനെ, ആരെല്ലാം ഇവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തോ എല്ലാവരുടെ മുറാദുകളും ഹാസിലാക്കണേ അല്ലാ. ബക്കറ്റ് മുന്നേ വന്നപ്പോ 1 രൂപയെങ്കിലും ഇട്ടവരെ നീ മറക്കല്ലേ റബ്ബേ. അതിവന്റെ പ്രതിഫലം കണ്ട് മരിക്കാൻ ഭാഗ്യം തരണേ അല്ലാ. ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ആരൊക്കെ പരിശ്രമിച്ചോ എല്ലാവർക്കും നല്ല മരണം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ മുത്തല്ലിമായ മക്കളെ നീ അനുഗ്രഹിക്കണേ റബ്ബേ. അവർക്ക് നീ പഠിക്കാൻ ഓർമ്മയും ബുദ്ധിയും എല്ലാം കൊടുക്കണേ അല്ലാ. ഒരു മുത്തല്ലിമിനുണ്ടാകേണ്ട സിഫത്ത് അവർക്ക് ഞങ്ങൾക്ക് നീ നൽകണേ പടച്ചവൻ. അല്ലാഹുവരുടെ സ്ഥാപനങ്ങളൊക്കെ നീ വളർത്തണേ റഹ്മാനെ. അല്ലാഹുവെ പടച്ചവനെ, അവരെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. അല്ലാഹുവെ പടച്ചവനെ, മൈക്ക് സെറ്റിന്റെ പ്രവർത്തകർ അനുഗ്രഹിക്കണേ റഹ്മാനെ. ക്യാമറയുടെ പ്രവർത്തകർ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാ, എനിക്ക് ഭക്ഷണം തന്ന കുടുംബത്തെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അവർക്ക് നീ സ്വർഗത്തിന്റെ ഭക്ഷണം കൊടുക്കണേ അല്ലാ. ഹൗദുൽ കൗസറിലെ വെള്ളം കുടിപ്പിക്കണേ അല്ലാ. പടച്ചവനെ, ആ ഉപ്പയുടെ മനസ്സിലൊരു പ്രയാസമുണ്ട്, നീ മാറ്റി കൊടുക്കണേ അല്ലാ. ആ സഹോദരനോട് നീ കരുണ കാണിക്കണേ റഹ്മാൻ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളൊക്കെ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാ, അപകട മരണം തരല്ലേ അല്ലാ. മയ്യത്ത് പോലും നല്ല രീതിയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ പടച്ചവൻ. അല്ലാഹുവേ, ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ചിട്ട് ഞങ്ങളുടെ മക്കളെ നീ യതീമുകളാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ഭാര്യയെ നീ വിധവയാക്കി കളയല്ലേ റബ്ബേ. അല്ലാ, ഞങ്ങളെ നീ പിരിപ്പിക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാർക്ക് നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ വീടിന്റെ വിളക്ക നീ അണച്ചു കളയല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കുളിപ്പിക്കേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളുടെ കബറിന്റെ ചാരത്ത് നിന്ന് ദുആ ചെയ്യേണ്ട ഗതിയേട് തരല്ലേ റബ്ബേ. അല്ലാഹുവേ, നിന്റെ മുന്നിൽ ഉയർത്തുന്ന ഈ കൈകൾ മരിക്കോട് ഒരാളുടെ മുന്നിൽ നീട്ടി യാചിക്കേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. വെള്ളിയാഴ്ച പള്ളിയുടെ മുന്നിൽ പോയി എൻ്റെ മക്കളെ കെട്ടിക്കാൻ പൈസയില്ല, മരുന്ന് വാങ്ങാൻ പൈസയില്ല, എന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞ് യാചിക്കേണ്ട ഗതികേട് ഞങ്ങളുടെ ഭാര്യ മക്കൾക്ക് നീ കൊടുക്കല്ലേ റബ്ബേ. അല്ലാഹുവേ, 5 നേരം നിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്ന തല മരിക്കോളം ഒരാളുടെ മുന്നിൽ താഴ്ത്തേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. ഇസ്സത്ത് നിലനിർത്തി തരണേ റഹ്മാൻ. അല്ലാ, ഞങ്ങൾക്ക് ആർക്കും നീ അഹങ്കാരം തരല്ലേ അല്ലാ. ഞങ്ങൾക്ക് ആർക്കും നീ അഹങ്കാരം തരല്ലേ റബ്ബേ. ഞങ്ങളാരെയും നീ മുനാഫിക്കീങ്ങളിൽ പെടുത്തല്ലേ അല്ലാ. ഞങ്ങൾക്കൊക്കെ നീ ഇഖ്ലാസ് നൽകണേ പടച്ചവൻ. ഇഖ്ലാസ് നൽകണേ പടച്ചവൻ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നബിയെ വല്ലാത്ത സ്നേഹമാണ് പടച്ചവനെ. മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും കാണിച്ചു തരണേ അല്ലാ. ഒരിക്കലെങ്കിലും കണ്ടിട്ട് മരിക്കാനുള്ള ഭാഗ്യം തരണേ പടച്ചവൻ. അല്ലാഹുവേ, കഅബയിലേക്ക് നീ ഞങ്ങളെ ഒന്ന് വിരുന്നിന് വിളിക്കണേ അല്ലാ. അല്ലാഹുവേ, ആ പുണ്യഭൂമിയിലെത്താൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ പടച്ചവൻ. അല്ലാഹുവേ പടച്ചവനെ, ഈ ദുആയെ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, എൻ്റെ വാപ്പ 6 അടി മണ്ണിനകത്താ നീ കരുണ കാണിക്കണേ അല്ലാ. എൻ്റെ ഉമ്മാനെ നീ ദീർഘായുസ് നൽകണേ പടച്ചവൻ. അല്ലാഹുവേ, എൻ്റെ ഭാര്യയെ നീ സാലിഹത്താക്കി തരണേ അല്ലാ. എൻ്റെ പൊന്നുമോനെ നീ ഹാഫിളാക്കണേ അല്ലാ. എൻ്റെ പൊന്നുമോനെ നീ ഹാഫിളാക്കണേ പടച്ചവൻ. അല്ലാ, ഈ ശബ്ദം നീ നിലനിർത്തി തരണേ അല്ലാ. അഹങ്കാരം തരല്ലേ പടച്ചവന്. അല്ലാഹുവേ, ജനങ്ങൾ വലിയ പ്രഭാഷകനാണെന്ന് പറയാൻ വേണ്ടി പ്രസംഗിക്കുന്നവനാക്കല്ലേ അല്ലാ. അല്ലാ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ചെയ്യാനുള്ള ഭാഗ്യം കൂടെ തരണേ പടച്ചവൻ. അല്ലാഹുവേ പടച്ചവനെ, ഈ ദുആയെ നീ കബൂലാക്കണേ പടച്ചവൻ. എൻ്റെ കൂടെ വന്ന ചെറുപ്പക്കാരനെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ.
അള്ളാഹുവെ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആണുങ്ങളും പെണ്ണുങ്ങളും ഈ സദസ്സിലുണ്ട്. ഞങ്ങളെ സ്വർഗത്തിലെ കൂട്ടുകാരാക്കണേ അല്ലാഹ്. അള്ളാഹുവെ പ്രവാസികളൊക്കെ വല്ലാത്ത പ്രയാസത്തിലാ, നീ സഹായിക്കണേ അല്ലാഹ്, നീ സഹായിക്കണേ അല്ലാഹ്. അള്ളാഹുവെ മഴയില്ലാതെ ഞങ്ങളൊക്കെ കഷ്ടപ്പെടുകയാണ്, നീ ഞങ്ങളോട് കരുണ കാണിക്കണേ പടച്ചോനെ. അള്ളാഹുവെ ഈ ലോകത്ത് നീ ആരെയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് അള്ളാഹുവെ നീ ഞങ്ങൾക്ക് മഴ നൽകണേ റഹ്മാനെ, മഴ നൽകണേ റഹ്മാനെ, മഴ നൽകണേ റഹ്മാനെ. അള്ളാഹുവെ ദുആ ചെയ്യുന്നവനിലേക്ക് നോക്കാതെ ആമീൻ പറയുന്നവരിൽ ആരുടെയെങ്കിലും കണ്ണീരിന് പകരം ഈ ദുആയെ സ്വീകരിക്കണേ റബ്ബേ. അള്ളാഹുവെ ഞങ്ങൾ ഇന്ന് പിരിയുകയാ, ജീവിതത്തിൽ ഇനി ഒരിക്കലും ഞങ്ങൾ കണ്ടില്ലെങ്കിലും സ്വർഗത്തിൽ വെച്ച് കാണാൻ ഭാഗ്യം തരണേ അല്ലാഹ്. അള്ളാഹുവെ ഈ ദുആ ഞങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ ദുആ ആക്കല്ലേ അല്ലാഹ്. ഈ ഒരുമിച്ച് കൂടൽ ഞങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ ഒരുമിച്ച് കൂട്ടലാക്കല്ലേ അല്ലാഹ്. ഈ രാത്രി ഞങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ രാത്രിയാക്കല്ലേ അല്ലാഹ്. അള്ളാഹുവെ ഇന്ന് ഇവിടെ നിന്ന് പിരിഞ്ഞ് നാളെ സുബഹിക്ക് മുമ്പ് ഞങ്ങളിൽ ആരെങ്കിലും മരിച്ചുപോയാൽ ഈ ദുആ ഞങ്ങളുടെ തൗബയായി സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളുടെ തൗബയായി സ്വീകരിക്കണേ റബ്ബേ, ഞങ്ങളുടെ തൗബയായി സ്വീകരിക്കണേ നാഥ. اللهم رب ارحمهما كما ربونا صغارا، اللهم رب ارحمهما كما ربونا صغارا، اللهم رب ارحمهما كما ربياني صغيرا. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. آمين برحمتك يا ارحم الراحمين.